ഉഷ അറുപത് ഉഷ ഏതാ അറുപത് ജോയിന്റ് കിട്ടാ 64 ശരിക്കും 64 ജോയിന്റ് ഇടുന്നത് നല്ലതാണോ? ജോയിന്റ് ഇടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഏറ്റവും നല്ലതല്ലേ? ജോയിന്റ് ശരിക്കും ചെയ്യാൻ പാടില്ല. ഈ പ്രഷർ വന്നിട്ടേ കുത്തിപ്പൊക്കി പോകുന്ന പറയുന്നില്ല ടൈല്. അത് ഗെമ്മിട്ടാലും കാരണം അത് ഇതിന്റെ പ്രശ്നം വെച്ചാല് നമ്മൾ ടൈലിന്റെ പ്രശ്നമല്ല അത്. അതിന്റെ പ്രശ്നം വെച്ചാൽ നമ്മൾ ഈ പാലം കാണുന്നില്ലേ, നമ്മൾ ഇരട്ടി പാലം കയറുമ്പോണ്ടാവും ഒരു പീസ് അവിടെ നിന്ന് ഒരു പീസ് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ഗ്യാപ്പ് ഇടും, അടുത്ത പീസിൽ വേറെ ഗ്യാപ്പ് ഇടും. 3 ഗ്യാപ്പ് ഇട്ടിട്ട് ഈ സാധനം ഉണ്ടാക്കാം. 3 4 എന്തിനാ വെച്ച് കഴിഞ്ഞാല് ഈ കോൺക്രീറ്റിന്റെ പ്രതലത്തിന് നമ്മൾ മരത്തിൽ ഉണ്ടാകുന്ന പോലെ ക്ലൈമറ്റിനനുസരിച്ച് വികസനം ഉണ്ടാവും, സങ്കോച വികസനം ഉണ്ടാവും. കോൺക്രീറ്റ് മരം ഇങ്ങനെ ചീറി വരില്ലേ, അതുപോലെ കോൺക്രീറ്റിന്റെ മഴക്കാലത്തൊക്കെ ചീറി വരും. ആ സമയത്ത് ഈ പാല് കുത്തി പൊങ്ങി പോകാതിരിക്കാനാണ് ഈ ഗ്യാപ്പ് വെച്ചത്. ഇതേ സംഭവം നമ്മുടെ വീടിന്റെ ബിൽഡിങ്ങിനുണ്ട്. പണ്ട് ഓടിച്ച വീടിനുണ്ട്, ഓടിച്ച വീട് മേലെ ഉണ്ടാവില്ല, തറയിലുണ്ടാവും. കാവ്യൊക്കെ ഇങ്ങനെ വിണ്ടി കയറി ഇപ്പൊ വാർപ്പിന് മേലെ വീടിന്റെ വാർപ്പിന് മേളിലും വീട്ടിലുണ്ട്. അത് ഈ ചൂടടിക്കുമ്പോ പൊങ്ങുന്നതാണ്. അപ്പൊ ഈ പ്രഷർ വരുന്ന സമയത്ത് ഈ സാധനം ബിൽഡിംഗ് ഈ കോൺക്രീറ്റിന് സങ്കോച വികാസം ഉണ്ടാകുമ്പോ പിന്നെ കാവ്യിട്ടാണെങ്കിൽ ഇങ്ങനെ വിരിഞ്ഞു വരും, മാർബിളാണെങ്കിൽ വിരിഞ്ഞു വരും, ഗ്രാനൈറ്റ് ആണെങ്കിൽ വിണ്ട് കയറും, ടൈല് വിണ്ട് കയറുക. അതിന് പകരം ടൈല് കുത്തി പൊങ്ങി പോയി അത് വരാതിരിക്കാനാണ് അതുകൊണ്ട് ജോയിൻ ചെയ്യാൻ പാടില്ല, സ്പേസർ ഇട്ട് ചെയ്യാൻ പാടില്ല. അത് നമ്മൾക്ക് നമ്മൾക്ക് ഇങ്ങനെ ഇടുന്നതാണ്. സ്പേസർ ഇടുന്ന ഭംഗിയല്ല. ഞാനിപ്പോ എന്റെ സൈഡിൽ പോകുമ്പോൾ അറിയോ, സ്പേസർ ഇട്ട് ചെയ്യാവുള്ളൂ. നമ്മള് എപ്പോഴും ചിന്തിക്കേണ്ടത് ഈ സാധനം ഇടുന്നത് ഒരിക്കലും ഭംഗിക്ക് വേണ്ടിയല്ല. ഭംഗി രണ്ടാമതാ. നിങ്ങളൊക്കെ പറയാം, യൂട്യൂബിനടുത്ത് ഹരിശ്രീ അശോകന്റെ വീടിന്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഹരിശ്രീ അശോകല്ലേ, ഹരിശ്രീ അശോകന്റെ ഒരു വീട് പണിതിട്ട് ടൈലെല്ലാം കൂടെ കുത്തിപ്പൊങ്ങി പോയി, കൂട്ടിത്തെറിച്ച് പോയി. ലാസ്റ്റ് കോൺട്രാക്ടറുടെ പേരിലും ബിൽഡിംഗ് ഓണറുടെ പേരിൽ അല്ല മറ്റേ കച്ചവടക്കാരുടെ പേരിലെല്ലാം കേസ് കൊടുത്ത് ലാസ്റ്റ് അയാൾക്ക് കോൺട്രാക്ടർ നഷ്ടപരിഹാരം കൊടുക്കണോ. എന്താ സംഭവം എന്ന് വെച്ചാല് കോൺട്രാക്ടർക്ക് ഇയാൾ കീ വാങ്ങുന്ന രീതി കൊടുത്തോണ്ട് അയാൾക്ക് ആ പൈസ അതായത് ഫുൾ ഫിനിഷ് ചെയ്തിട്ട് കീ കൊടുത്തിട്ട് അയാൾ എഗ്രിമെന്റ്. അപ്പം അതിന് വേണ്ടുന്ന ഗമ്മി ചെയ്യണം, അപ്പോക്സി ചെയ്യണം, ഇതെല്ലാം ആരും ഉത്തരവാദിത്തം, കോൺട്രാക്ടർ ഉത്തരവാദിത്തം. അപ്പം അതുകൊണ്ട് അയാൾ കേസ് കൊടുത്തപ്പോൾ അയാൾക്ക് കിട്ടി. അതേസമയം ഇന്നത്തെ നമ്മളെപ്പോഴുള്ളവർക്ക് കിട്ടൂല. കാരണം എന്താ, നമ്മളെല്ലാം നമ്മൾ സ്വന്തം ചെയ്യിക്കണം. അതെ, അപ്പൊ നമുക്ക് കിട്ടില്ല. അപ്പൊ അത് അവിടെ സംഭവിച്ചത് ഇതാണ്. കോൺട്രാക്ട് ബേസിൽ ചെയ്യുവാണെങ്കിൽ കരാർ ഒപ്പിട്ട് ചെയ്യുവാണെങ്കിൽ ഓക്കെയാണ്. അല്ലാതെ എടുക്കുന്ന വർക്കല്ല. നിങ്ങൾ സാധനം വാങ്ങി കൊടുത്തിട്ട് അത് നമ്മൾ പണിക്കാരാണ് എന്നാ ചെയ്യേണ്ടത് കറക്റ്റ് പറഞ്ഞു കൊടുക്കേണ്ടത്. അതെ, ഇന്ന പോലെ പറയുന്നത് ആരും സ്വീകരിക്കണം, കസ്റ്റമർ സ്വീകരിക്കണം. സ്വീകരിക്കൂല. പിന്നെ ഇപ്പം ഇവര് പറയാണ് നിങ്ങൾ സ്പേസ് ഇട്ട് അപ്പോക്സ് ചെയ്യണം, നിങ്ങൾ പറയാണ് ഞങ്ങൾക്ക് അത് വേറെ ചേർത്തിട്ടാണ് ഇവരിട്ട് തന്നിട്ട് പോകും. ഇവർക്ക് എന്താ അത്രേ ഉള്ളൂ, പറയാന്നേ ഉള്ളൂ. എനിക്ക് പറയാന്നുള്ളൂ. നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ചെയ്യുന്നുള്ള എന്റെ കസ്റ്റമർ